ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ വീടെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ലെവലാണ്. ഞങ്ങളുടെ ഇവിടെ സമയം 10-11 മണിയായി. ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഉണ്ടോ? ഞങ്ങളുടെ വീടിൻ്റെ വാതിലിൻ്റെ ഇത്ര ഹൈറ്റിൽ സിറ്റൗട്ടിൽ സ്നോ പൊങ്ങിയേക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇത് ഞങ്ങൾ ഇതൊക്കെ ക്ലീൻ ചെയ്താലാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ കാനഡയുടെ ഞങ്ങളുടെ ന്യൂ ഫോൺലാൻഡിൻ്റെ അവസ്ഥ. ഭയങ്കര സ്റ്റോമാണ്, ഒരു രക്ഷയില്ല. വീടിൻ്റെ ഉള്ളിലോട്ട് വരെ നമ്മുടെ സ്നോ അങ്ങ് അടിച്ചു കയറി തുടങ്ങി. വീടിൻ്റെ എൻട്രൻസിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ഇത്ര ക്ലീൻ ചെയ്താൽ മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാർണവ ഭാഗം കണ്ടോ, അവിടെയാണ് ഞങ്ങൾക്ക് എത്തേണ്ടത്. അവിടെ എത്തണമെങ്കിൽ ഈ ഫുള്ള് സ്നോ, അതായത് ഈ സ്റ്റെപ്പിൻ്റെ ഇത്രയും പൊക്കമുള്ള സ്നോ ഇവിടെ തൊട്ട് ഇത് ഇന്നലെ ഒറ്റ നൈറ്റ് കൊണ്ട് വന്നേക്കണേ കേട്ടോ. ഇന്നലെ വൈകിട്ട് 7 മണി കഴിയുമ്പോൾ ഞങ്ങൾ പുറത്തോട്ട് വന്നതാണ്. പിന്നെ ഇത് വഴിയൊക്കെ മൂടിയിലേക്ക് വഴിയൊക്കെ ഉണ്ടാക്കിയാലാണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ. അപ്പോൾ ഞങ്ങളുടെ കാറ് കിടക്കുന്ന കുഴി ഒഴിച്ച് ബാക്കി ഫുള്ള് സ്നോ ആയി. അപ്പോൾ ഏകദേശം ഒരു ആളുടെ പൊക്കത്തിൽ ഞങ്ങൾ സ്നോ കൂട്ടിയിട്ടായിരുന്നു. ഇനി ഇതൊക്കെയും ക്ലീൻ ചെയ്താൽ മാത്രമാണ് ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ശകലം കൊണ്ടൊന്നും പറ്റത്തില്ല, നമുക്ക് ഇലക്ട്രിക് മെഷീൻ വേണം. ഞങ്ങൾക്ക് റോഡൊന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഭയങ്കര സ്നോഫോളാണ്. അപ്പോൾ ഇതേ ആൾക്കാരൊക്കെ വലിയ വണ്ടിയുള്ളവരൊക്കെ ക്ലീൻ ചെയ്യുന്നു. നമുക്ക് വലിയ വണ്ടിയൊന്നുമില്ല. പിന്നെ ഇതെങ്ങനെ ക്ലീൻ ചെയ്യും എന്നറിയില്ല. ഇതുപോലെ തന്നെയാണ് ഞങ്ങളുടെ കിച്ചൻ്റെ അവിടെ ബാൽക്കണിയിലും. ഞാൻ അതിൻ്റെ വീഡിയോ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഭിത്തിയൊക്കെ കണ്ടോ ഫുള്ള് സ്നോ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഡോർ അടയ്ക്കുവാണ്, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് പോകാം. ഞാൻ ആ വീഡിയോ കൂടി ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നതാണ്. ഇത് കിച്ചൻ്റെ ഡോറാണ് കേട്ടോ. അപ്പോൾ കിച്ചൻ്റെ സൈഡിലുള്ള ബാൽക്കണി കാണുന്നത് നിങ്ങൾക്ക് കാണാൻ വയ്ക്കും. കിച്ചൻ്റെ ആ മുകളിലോട്ടുള്ളതൊക്കെ പൊങ്ങി ഇത് ഒറ്റ രാത്രി കൊണ്ടുള്ള സംഭവമാണ്. ഇത്രമാത്രം സ്നോഫോളാണ് ഇവിടെ. ഭയങ്കര ഇത് കൂടുതലാണ് സ്നോഫോളും കാറ്റും. ഇന്ന് 60 to 70 പറയുന്നത്. അത്രമാത്രം ഉണ്ടോ എനിക്കറിയത്തില്ല, പക്ഷെ നല്ല കാറ്റുണ്ട്, നല്ല സ്നോഫോളുണ്ട്. ഇതിനിപ്പോൾ എങ്ങനെ വൃത്തിയാക്കും എന്നുള്ളതാണ് ചടങ്ങ്. വൃത്തിയാക്കിയില്ലെങ്കിൽ ഇതിൻ്റെ അടി മൊത്തം കട്ടിയാവും. അപ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ ഇന്നിപ്പോൾ സ്നോ ഒന്ന് കുറഞ്ഞിട്ട് വേണം ഒന്ന് പുറത്തിറങ്ങാൻ.